പുതുവർഷത്തിന്റെ പുലരിയിലേക്ക് നമ്മൾ മിഴി തുറന്നിരിക്കുകയാണ്. 2026 എന്ന വർഷം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പുതിയ മാറ്റങ്ങളുടെയും വെല്ലുവിളികളുടെയും വലിയൊരു വാതിലാണ് തുറന്നിടുന്നത്. ഈ 27 നക്ഷത്രങ്ങളിൽ ആദ്യ നക്ഷത്രമായ വേഗതയുടെയും ചൈതന്യത്തിന്റെയും പ്രതീകമായ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ജനുവരി മാസം കേവലം ഒരു മാസക്കാലമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ കാലഘട്ടത്തിന്റെ ദിശാസൂചികയാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നും പുതുമകളോടും വേഗതകളോടും പ്രിയമുള്ളവരാണ് നിങ്ങൾ. കുതിച്ചു പായുന്ന കുതിരയുടെ കരുത്തും ലക്ഷ്യബോധവും കൈമുതലായുള്ള അശ്വതിക്കാർക്ക് കഴിഞ്ഞുപോയ വർഷങ്ങളിലെ കഠിനമായ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഉയർത്തെഴുന്നേൽക്കാനുള്ള സമയമാണിത്. 2026 ജനുവരി മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരിക? നിങ്ങളെ തളച്ചിട്ട പ്രതിസന്ധികൾക്ക് ഈ മാസം ഒരു വിരാമം ഉണ്ടാകുമോ? നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാണ് ഈ മാസത്തെ പ്രവചനങ്ങൾ. ഒപ്പം വരാനിരിക്കുന്ന കാലത്തിലേക്കുള്ള നിങ്ങളുടെ സാധ്യതകളും. കഴിഞ്ഞ കുറച്ചു കാലമായി അശ്വതി നക്ഷത്രക്കാർ മാനസികമായും സാമ്പത്തികമായും വലിയ സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എടുത്തുചാട്ടം കൊണ്ടും വിവേകമില്ലാത്ത വാക്കുകൾ കൊണ്ടും പലപ്പോഴും നിങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിയ ഭാഗ്യങ്ങളെ ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ ജനുവരിയുടെ പുലരികളിൽ പ്രപഞ്ചം നിങ്ങൾക്കായി പുതിയൊരു ഊർജം കരുതി വെച്ചിട്ടുണ്ട്. ഈ മാസം നിങ്ങളുടെ ചിന്തകളിൽ വ്യക്തതയും പ്രവൃത്തികളിൽ മിതത്വവും കൊണ്ടുവരാൻ പ്രകൃതി നിങ്ങളെ പ്രേരിപ്പിക്കും. തൊഴിൽ രംഗത്ത് ആഗ്രഹിച്ച മാറ്റങ്ങൾ ലഭിക്കുമോ എന്ന ആശങ്കയിലാണോ നിങ്ങൾ? അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ നിങ്ങളുടെ സമാധാനം കെടുത്തുന്നുണ്ടോ? എങ്കിൽ ഓർക്കുക, 2026 ജനുവരി എന്നത് ഒരു തിരുത്തൽ കാലഘട്ടമാണ്. നിങ്ങളെ സ്വയം വിലയിരുത്താനും തെറ്റുകൾ തിരുത്തി മുന്നേറാനും ഈ മാസം അവസരം നൽകുന്നു. പണം ചെലവാക്കുന്ന കാര്യത്തിലും വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിലും ഈ മാസം അശ്വതിക്കാർ കാണിക്കുന്ന മിതത്വം വരും മാസങ്ങളിൽ നിങ്ങൾക്ക് വലിയ സമ്പാദ്യമായി മാറും. നിങ്ങളുടെ ഉള്ളിലെ തീ അണയാതെ കാത്തു സൂക്ഷിക്കേണ്ട സമയമാണിത്. മറ്റുള്ളവർ നിങ്ങളെ തളർത്താൻ ശ്രമിച്ചേക്കാം, സാഹചര്യങ്ങൾ നിങ്ങളെ പരീക്ഷിച്ചേക്കാം. എന്നാൽ അശ്വതിയുടെ അധിപനായ അശ്വിനി ദേവതകളുടെ അനുഗ്രഹം ഈ മാസം നിങ്ങളോടൊപ്പമുണ്ട്. തളരാതെ മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത് നിങ്ങൾ ആർജിക്കണം. പ്രായോഗിക ബുദ്ധിയും ദീർഘവീക്ഷണവും ഒത്തുചേരുന്ന ജനുവരി മാസം നിങ്ങളുടെ ജീവിതത്തിലെ കരിയർ ഗ്രാഫിനെ എപ്രകാരം സ്വാധീനിക്കുന്നുവെന്നും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധം എങ്ങനെ ദൃഢമാകുന്നു എന്നും നമ്മൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. സാമ്പത്തികമായ ഉയർച്ചകൾ അപ്രതീക്ഷിതമായ കോണുകളിൽ നിന്ന് നിങ്ങളെ തേടിയെത്തിയേക്കാം. എന്നാൽ അവയെ എങ്ങനെ നിലനിർത്താം എന്നതിലാണ് നിങ്ങളുടെ വിജയം. ആത്മീയമായ ചിന്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതോടെ മനസ്സിനെ ശാന്തമാക്കാനും ജീവിതത്തിന്റെ കഠിനമായ തീരുമാനങ്ങൾ ലളിതമായി എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്ന സ്വഭാവം മാറ്റി നിർത്തി സ്വയം കരുതലോടെ ഇരിക്കേണ്ട ഒരു മാസം കൂടിയാണിത്. അശ്വതി നക്ഷത്രം മേടരാശിയിൽ വരുന്ന നക്ഷത്രമാണ്. ഇതിന്റെ അധിപൻ കേതുവാണ്. 2026 ജനുവരി മാസത്തിൽ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ജനുവരി മാസം അശ്വതി നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നതെങ്കിലും ചില നിർണായക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മാസത്തിന്റെ പകുതിയോടെ ഔദ്യോഗിക രംഗത്ത് നിലനിന്നിരുന്ന തടസ്സങ്ങൾ ഒരു പരിധി വരെ മാറും. 11ാം ഭാവത്തിലെ രാഹുവിന്റെ സ്വാധീനം മൂലം പൊതുപ്രവർത്തന രംഗത്തും കൂട്ടായ്മകളിലും നിങ്ങൾക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കപ്പെടും. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്കോ വിദേശ കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവർക്കോ ഈ മാസം അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. 12ാം ഭാവത്തിലെ ശനി വിദേശവാസം സാധ്യമാക്കുന്ന ഘടകമാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അനുഭവിച്ചിരുന്ന മാനസിക തളർച്ചകളിൽ നിന്ന് മോചനം നേടി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അങ്ങേയറ്റം ജാഗ്രത പാലിക്കേണ്ട ഒരു മാസമാണിത്. 11ലെ രാഹു അപ്രതീക്ഷിത വരുമാനത്തിന് വഴിയൊരുക്കും. പഴയ കുടിശ്ശികകൾ തീർന്നു കിട്ടാനോ ലോട്ടറി അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് തുടങ്ങിയ മേഖലകളിൽ നിന്ന് അപ്രതീക്ഷിത ലാഭം ലഭിക്കാനോ സാധ്യതയുണ്ട്. വരുമാനം കൂടുന്നതോടൊപ്പം തന്നെ അനിയന്ത്രിതമായ ചെലവുകളും വർദ്ധിക്കും. ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾക്കോ അനാവശ്യ യാത്രകൾക്കോ പണം ചെലവാകാൻ സാധ്യതയുണ്ട്. ഈ മാസം വലിയ തുകകൾ പുതിയ സംരംഭങ്ങളിൽ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഉചിതം. സ്വർണം, ഭൂമി എന്നിവയിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർ കൃത്യമായ രേഖകൾ പരിശോധിക്കണം. നിലവിലുള്ള കടങ്ങൾ വീട്ടാൻ സാധിക്കുമെങ്കിലും പുതിയ കടങ്ങൾ വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. മാസത്തിന്റെ 2ാം പകുതിയിൽ സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി ഭദ്രമാകും. തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഈ മാസം സാക്ഷ്യം വഹിക്കും. സർക്കാർ ഉദ്യോഗസ്ഥർക്കും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ജോലിഭാരം വർദ്ധിക്കും. മേലധികാരികളുടെ അതൃപ്തി ഉണ്ടാകാതിരിക്കാൻ സമയനിഷ്ഠ പാലിക്കേണ്ടതുണ്ട്. സഹപ്രവർത്തകരിൽ നിന്ന് ചില കുത്തുവാക്കുകൾ കേൾക്കാൻ ഇടയാകുമെങ്കിലും സംയമനം പാലിക്കുക. മകരസംക്രാന്തിക്ക് ശേഷം 10ാം ഭാവത്തിലേക്ക് സൂര്യൻ എത്തുന്നതോടെ തൊഴിൽപരമായ ഉയർച്ച പ്രതീക്ഷിക്കാം. ദീർഘകാലമായി കാത്തിരുന്ന പ്രൊമോഷനോ ശമ്പള വർധനവോ ഈ മാസാവസാനത്തോടെ ലഭിച്ചേക്കാം. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ പങ്കാളികളെ ലഭിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും കരാറുകളിൽ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. നൂതനമായ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കും. IT, ഹോട്ടൽ, ഷിപ്പിംഗ് എന്നീ മേഖലയിലുള്ളവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും. വിദേശത്തോ അന്യ സംസ്ഥാനങ്ങളിലോ ജോലി നോക്കുന്നവർക്ക് ഈ മാസം ശുഭകരമാണ്. ടെക്നിക്കൽ മേഖലയിലുള്ളവർക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും. കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരുന്ന മാസമാണിത്. പങ്കാളിയുമായി
ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. 12-ലെ ശനിയും 3-ലെ വ്യാഴവും സംസാരത്തിൽ നിയന്ത്രണം വേണമെന്ന് സൂചിപ്പിക്കുന്നു. അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കിയാൽ ദാമ്പത്യ സുഖം നിലനിർത്താം. മാസാവസാനത്തോടെ പങ്കാളിയുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ ലഭിക്കും. പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വൈകിയേക്കാം. വീട്ടുകാരുടെ എതിർപ്പുകൾ സാവധാനം മാറുന്നതായി കാണുന്നു. കേതുവിന്റെ സ്വാധീനം കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ ആരോഗ്യകാര്യത്തിലോ ചെറിയ ആശങ്കകൾ ഉണ്ടാക്കിയേക്കാം. എങ്കിലും അവർക്ക് കലാകായിക രംഗങ്ങളിൽ ശോഭിക്കാൻ കഴിയും. ബന്ധുക്കളുമായി സ്വത്ത് തർക്കങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അവ പറഞ്ഞു തീർക്കാൻ ഈ മാസം ശ്രമിക്കാവുന്നതാണ്. പഴയ സുഹൃത്തുക്കളെ കാണാൻ ഇടയാകുന്നത് മനസ്സിന് സന്തോഷം നൽകും. അശ്വതി നക്ഷത്രക്കാർക്ക് ജന്മന തന്നെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. ഈ മാസം അത് വർദ്ധിക്കും. മനസ്സിന്റെ അസ്വസ്ഥതകൾ മാറാൻ പ്രാർത്ഥനകളും ധ്യാനവും സഹായിക്കും. തീർത്ഥാടന യാത്രകൾക്ക് സാധ്യതയുണ്ട്. വിശേഷാൽ പൂജകൾ നടത്തുന്നത് മനസ്സിന് സമാധാനം നൽകും. ശനിയുടെ സ്വാധീനം ചിലപ്പോൾ ഏകാന്തതയിലേക്ക് നയിക്കാം. അമിതമായി ചിന്തിച്ച് മാനസിക സമ്മർദ്ദം കൂട്ടാതെ ശുഭാപ്തി വിശ്വാസം പുലർത്തുക. യോഗ, പ്രാണായാമം എന്നിവ ശീലിക്കുന്നത് ഊർജ്ജസ്വലത നൽകും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ മാസം അല്പം ശ്രദ്ധ ആവശ്യമാണ്. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാം. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കുക. നേത്രരോഗങ്ങളോ ഉറക്കക്കുറവോ അനുഭവപ്പെട്ടേക്കാം. കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക. ദൂരയാത്രകളിൽ അതീവ ജാഗ്രത വേണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിയമങ്ങൾ പാലിക്കുക. ചെറിയ രീതിയിലുള്ള വീഴ്ചകൾക്കോ മുറിവുകൾക്കോ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനം അനിവാര്യമായ മാസമാണ്. പഠനത്തിൽ ഏകാഗ്രത കുറയാൻ സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയയുടെയും സുഹൃത്തുക്കളുടെയും അമിത സ്വാധീനം പഠനത്തെ ബാധിക്കാതെ നോക്കണം. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ കൂടുതൽ പരിശ്രമം ആവശ്യമാണ്. ജനുവരിയിലെ ശുഭകാര്യങ്ങൾക്ക് അനുകൂലമായ ദിവസങ്ങൾ നോക്കുമ്പോൾ ജനുവരി 22, 23, 31 ദിവസങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് നന്നാകും. ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ നോക്കുമ്പോൾ ജനുവരി 18, 19, 27 ദിവസങ്ങൾ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതും യാത്രകളും ഒഴിവാക്കണം. ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. എല്ലാ മാസവും സംക്രാന്തിക്കോ അല്ലെങ്കിൽ മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയോ ഗണപതി ഹോമം നടത്തുക. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജനം വഴിപാടായി സമർപ്പിക്കുക. ശനിസ്തോത്രങ്ങൾ ജപിക്കുക. ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ആത്മവിശ്വാസവും ആരോഗ്യവും വർദ്ധിപ്പിക്കും. പാവപ്പെട്ടവർക്കോ രോഗികൾക്കോ ആഹാരമോ വസ്ത്രമോ നൽകുന്നത് ശനിയുടെ കാഠിന്യം കുറയ്ക്കും. കേതുവിന്റെ നക്ഷത്രമായതിനാൽ ജന്മനക്ഷത്ര ദിവസം ഗണപതിക്ക് കർഗമാല സമർപ്പിക്കുന്നത് അത്യുത്തമമാണ്. ചൊവ്വ, സൂര്യൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ പൊതുവെ അത്ര ഗുണകരമായിരിക്കില്ല. ഈ സമയങ്ങളിൽ ഗണപതി ഹോമം, കേതു, കുജശാന്തി ഹോമങ്ങൾ എന്നിവ നടത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വൈഡൂര്യം ധരിക്കുന്നത് ഇവർക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വേഗതയുടെയും ചൈതന്യത്തിന്റെയും പ്രതീകമായ അശ്വതി നക്ഷത്രക്കാർ ജനിച്ചു വീഴുന്നത് തന്നെ ഒരു പുതിയ തുടക്കത്തിന്റെ സന്ദേശവുമായാണ്. അവരുടെ ഉള്ളിലെ അടങ്ങാത്ത ഊർജവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവും അവരെ സമൂഹത്തിൽ വേറിട്ട് നിർത്തുന്നു. എന്നാൽ കുതിരയെപ്പോലെ കുതിച്ചു പായാനുള്ള വ്യഗ്രതയിൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവവും പെട്ടെന്നുണ്ടാകുന്ന കോപവും അവർക്ക് തന്നെ വിനയായി മാറാറുണ്ട്. 2026 ജനുവരി മാസം അശ്വതി നക്ഷത്രക്കാർക്ക് വലിയ അവസരങ്ങളുടെയും ഒപ്പം ഉത്തരവാദിത്തങ്ങളുടെയും മാസമാണ്. അമിതമായ ആവേശം കുറച്ച് വിവേകത്തോടെ പ്രവർത്തിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിച്ചാൽ ഈ മാസം വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും.